ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ ഉദ്ഘാടന ചടങ്ങ് കാസർഗോഡ് പുരോഗമിക്കുകയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഉദ്ഘാടകൻ. ചടങ്ങിൽ ശോഭാ സുരേന്ദ്രനും പങ്കെടുക്കുന്നു. തത്സമയ സംരക്ഷണത്തിലേക്ക് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സംസാരിക്കുന്നു. സഞ്ജയത്തെ ഞാൻ കണ്ടിട്ട് എനിക്ക് സന്തോഷം വരികയാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ നിൽക്കുന്ന അവസരത്തിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ആദിശങ്കരന്റെ ഭൂമിയാണിത്. ശ്രീനാരായണ ഗുരുവിന്റെ ഭൂമിയാണിത്. ഭാരതത്തില് അഖണ്ഡതയുടെ മന്ത്രം ചൊല്ലിക്കൊടുത്ത ആദിശങ്കരന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ആദിശങ്കരൻ ഈ ഭാരതത്തിന്റെ 4 കോണുകളില് 4 പീഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സാംസ്കാരിക ഏകതയുടെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചപ്പോൾ, സദ്ഭാവനയുടെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ച അദ്ദേഹമാണ്. അദ്ദേഹം ഈ മണ്ണിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ ജീവിതത്തിലൊരു പരിവർത്തനത്തിന്റെ പാത കാണിച്ചു തന്ന നാരായണ ഗുരുവിന്റെ ഭൂമിയാണിത്. ഈ ഭൂമിയെ ഞാൻ കോടി കോടി നമിക്കുകയാണ്. ഈ വിജയയാത്രയ്ക്ക് എന്റെ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ ഉദ്ഘാടന ചടങ്ങ് കാസർഗോഡ് പുരോഗമിക്കുന്നതാണ് കണ്ടത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിന്റെ തത്സമയ സംരക്ഷണമാണ് കണ്ടത്. भारतीय जनता पार्टी का कार्यकर्ता जिन विपरीत परिस्थितियों में कार्य कर रहा है वह सचमुच आपके साहस और भारत के प्रति, भारत माता के प्रति और केरल की समृद्धि के लिए आपकी ये प्रतिबद्धता को दोहराता है। ये सचमुच यहां के उन सभी कार्यकर्ताओं को जो सीपीएम और अन्य उन तत्वों के खिलाफ मजबूती से लड़ाई लड़ते हुए मूल्यों और आदर्शों की राजनीति करने के लिए अपने आप को समर्पित किए हुए हैं, उन सभी कार्यकर्ताओं का मैं हृदय से स्वागत करता हूं, अभिनंदन करता हूं। സഹോദരി സഹോദരന്മാരെ, ഈ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് എത്രമാത്രം വിപരീതമായിട്ടുള്ള സാഹചര്യത്തിലാണ് കഷ്ടപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഭാരതമാതായുടെ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, കേരളത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടി നമ്മുടെ പ്രവർത്തകര് ഇവിടെ കഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ CPM പോലെയുള്ള രാഷ്ട്രീയ കക്ഷികള് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ അവർ ക്രൂരമായിട്ടാണ് നേരിടുന്നത്. തത്വത്തിന്റെ അടിസ്ഥാനത്തിലെ, മൂല്യത്തിന്റെ അടിസ്ഥാന ഇവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ എന്റെ ഹൃദയത്തിന്റെ ഭാഷയില് ഞാൻ നിങ്ങളെ ആദരിക്കുകയാണ്, ആശംസിക്കുകയാണ്. भाइयों बहनों, केरल के अंदर सीपीएम की सरकार हो या इससे पहले कांग्रेस की सरकार, इन लोगों ने केरल के अंदर भ्रष्टाचार फैलाने के सिवाय कुछ भी नहीं किया। जनभावनाओं के साथ खिलवाड़ करना, यहां पर केरल की धरती को अव्यवस्था और अराजकता का शिकार अपने राजनीतिक स्वार्थों के लिए इनके द्वारा किया जा रहा है। आप सब जानते हैं, इसी केरल की धरती पर 2009 में केरल के माननीय उच्च न्यायालय ने लव जिहाद की समस्या की ओर यहां की सरकार का ध्यान आकर्षित किया था, लेकिन यहां की सरकार लव जिहाद के नाम पर प्रारंभ की जा रही यहां की पूरी व्यवस्था को ध्वस्त करने की उस साजिश के खिलाफ आज तक कोई प्रभावी कानून नहीं बना पाई। लेकिन उत्तर प्रदेश के अंदर कुछ ही केस आए थे, लव जिहाद के खिलाफ एक सख्त कानून बना करके हम लोगों ने ऐसे तत्वों के खिलाफ कार्रवाई करना प्रारंभ किया है। സഹോദരി സഹോദരന്മാരെ, ഈ കേരളത്തില് CPMന്റെ സർക്കാരാണെങ്കിലും
കോൺഗ്രസിന്റെ സർക്കാരാണെങ്കിലും അഴിമതി മാത്രമാണ് ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഈ മണ്ണില് അവരൊന്നും ചെയ്തിട്ടില്ല. ഈ ഭൂമിയില്, കേരളത്തിന്റെ ഭൂമിയില് അവ്യവസ്ഥയും അതുപോലെ തന്നെ അരാജകത്വവും കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. 2009 ഈ കേരളത്തിന്റെ ന്യായാലയം പറയുകയുണ്ടായി, ഈ കേരളത്തില് ലവ് ജിഹാദ് ഉണ്ട് എന്ന്. എന്നാൽ ആ ലവ് ജിഹാദിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിനനുകൂലമായിട്ടുള്ള നടപടികളാണ് ഇവിടുത്തെ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉത്തർപ്രദേശിലെ സർക്കാർ ആ ലവ് ജിഹാദിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള നിയമമുണ്ടാക്കി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, लव जिहाद के बारे में यहां की न्यायालय ने 2009 में इस बात को स्पष्ट किया था कि लव जिहाद केरल जैसे स्टेट को इस्लामिक स्टेट बनाने की साजिश का हिस्सा है. उस सब के बावजूद उसे चिंता नहीं है, न सुरक्षा की और नहीं इसकी आड़ में केरल के खिलाफ और देश के खिलाफ की जा रही साजिश के बारे में कोई प्रभावी कार्रवाई नहीं हो पा रही है. हम सबको इसके खिलाफ जागरूक होना पड़ेगा और इसीलिए आज केरल की आवश्यकता है भारतीय जनता पार्टी. भारतीय जनता पार्टी न केवल आपको समृद्धि का बल्कि प्रत्येक नागरिक को बिना भेदभाव के सुरक्षा की गारंटी भी दे सकती है. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ നീതിപീഠം 2009 പറയുകയുണ്ടായി, ലവ് ജിഹാദ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷെ ഇവിടെ ഭരിക്കുന്നത് ആരായാലും കേരളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല, ദേശത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ല അവർ ഭരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ അവർ സ്വീകരിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുക എന്നുള്ളതാണ്. കേരളത്തിന് എല്ലാവിധ സമൃദ്ധിയും നൽകുക എന്ന് മാത്രമല്ല, ഓരോ പൗരനും ഭേദഭാവമില്ലാതെ അവന് ക്ഷേമ जनता पार्टी लक्ष्यम. भाइयों बहनों, केरल के अंदर यहां की वर्तमान सरकार कैसे जनभावनाओं के साथ खिलवाड़ कर रही है, सबरीमाला प्रकरण उसका एक उदाहरण है. एक तरफ सबरीमाला के नाम पर जनभावनाओं का कार्य यहां की सरकार करती है और दूसरी तरफ यहां पर कुछ ऐसे संगठनों को अराजकता फैलाने की छूट सरेआम दी जाती है जो यहां के मंदिरों और चर्चों पर हमला करके जनभावनाओं के साथ खिलवाड़ करते हैं. आप सब जानते हैं, केरल जैसे स्टेट में अगर जब सत्ता के संरक्षण में इस प्रकार की अराजकता फैलेगी तो स्वाभाविक रूप से ऐसे तत्वों के दुस्साहस बढ़ेंगे जिन्होंने अभी हाल ही में अपनी एक रैली के माध्यम से राष्ट्रीय स्वयंसेवक संघ के बारे में किस प्रकार के पोस्टरबाजी की थी. वे पोस्टरबाजी इस बात को साबित करती है कि उनकी मंशा भारतीय जनता पार्टी, आरएसएस या फिर इस देश के लिए और केरल के प्रति किस प्रकार की है. हमें इस समय रहते इस प्रकार की साजिश के खिलाफ और जो साजिश का हिस्सा यहां की सरकार बन रही है, उस साजिश को समय रहते उसके खिलाफ सजग होकर के प्रत्येक केरलवासी को जागरूक करना होगा. केरल की सरकार सबरीमाला के प्रकरण में जनास्था के साथ खिलवाड़ करती है, लेकिन आपने देखा होगा उत्तर प्रदेश में
जनभावनाओं का सम्मान करते हुए अयोध्या में प्रधानमंत्री मोदी जी ने भव्य राम मंदिर के कार्य का शुभारंभ किया है। ये भव्य राम मंदिर के निर्माण का कार्य, ये भारत के राष्ट्र मंदिर के निर्माण के कार्यक्रम को आगे बढ़ाने का है। ये केवल एक मंदिर नहीं, बल्कि भारत की आस्था को सम्मान देने का कार्य किया गया है। और भारत की इस आस्था के सम्मान के लिए केरल की ओर से जो योगदान दिया गया है, जो दिया जा रहा है, मैं इसके लिए केरल की जनता का हृदय से अभिनंदन करता हूं, आभार व्यक्त करता हूं। പ്രിയമുള്ളവരെ, ജനഹിതത്തിനനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്. ശബരിമലയില് അവർ ജനഹിതത്തിന് എതിരായിട്ടാണ് പ്രവർത്തിച്ചത്. മാത്രമല്ല, ചില തീവ്രവാദി സംഘടനകള് അവര് ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ചർച്ചുകളും അവര് എതിരായിട്ട് പ്രവർത്തിക്കുന്നവര്, അതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്ന രീതിയിലാണ് ഇവിടെ ഭരിക്കുന്നത്. നയിക്കുന്ന വിജയയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് വിഭജിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ വിഭജിക്കുക മാത്രമല്ല, ബാങ്കുകളെ അവർ വിഭജിക്കുന്നു. ഹലാൽ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാങ്ക് ഇവിടെ സ്ഥാപിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. മനുഷ്യനെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി. ഇതിനെതിരെ മാനവികതയുടെ ശബ്ദമായിട്ട് നാം ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ പദ്ധതി എന്ന് പറയുന്നത് ജാതിയും മതവും നോക്കാതെ ഓരോ പൗരനും അവന് വികസനത്തിനുള്ള, അവന് മുന്നോട്ട് പോകുന്നതിനുള്ള പദ്ധതികളാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പദ്ധതികളാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുകയാണ്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഇവിടുത്തെ ഘടകകക്ഷികളും അതിന് സഹായം നൽകുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ക്ഷേമ പദ്ധതികള്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികള്, യുവാക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതികള്, മഹിളകൾക്കുള്ള പദ്ധതികള്, അതെല്ലാം തന്നെ ഓരോ പൗരനിലെത്തണം. ജനങ്ങളോട് പറയണം. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തില് വിജയിക്കുന്നതിനുള്ള अंतरीक्षम अभ्यर्थिക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. भाइयों बहनों, केरल के अंदर चाहे एलडीएफ रहा हो या यूडीएफ, ये दोनों भ्रष्टाचार की प्रतीक रही हैं। यहां की जनता को शासन की योजनाओं से वंचित करने वाली रही हैं। उत्तर प्रदेश देश के अंदर आबादी के हिसाब से सबसे बड़ा राज्य है। 24 करोड़ की आबादी उत्तर प्रदेश में निवास करती है। ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന വിജയയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് യോഗി ആദിത്യനാഥ് സംസാരിക്കുകയായിരുന്നു.